സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേച്ഛയാ മാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. അധ്യായം 33. ഉധിയുടെ മഹാത്മ്യം. കഴിഞ്ഞ അധ്യായത്തിൽ ഗുരുവിൻ്റെ മഹാത്മ്യം വിവരിച്ചു. ഈ അധ്യായത്തിൽ ഉധിയുടെ മഹാത്മ്യം വിവരിക്കുന്നതാണ്. നമുക്ക് മഹത്തുക്കളായ ഋഷീശ്വരന്മാരെ വന്ദിക്കുക. അവർ കരുണാമയമായ കടാക്ഷം കൊണ്ട് നമ്മിൽ കുന്നുകൂടിയ പാപങ്ങൾ നശിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിലുള്ള ചീത്തവശങ്ങളെ ഇല്ലായ്മയും ചെയ്യുന്നു. അവരുടെ മനസ്സിൽ ഇത് എൻ്റെ, അത് നിൻ്റെ എന്ന വ്യത്യാസങ്ങളില്ല. അത്തരം വിവേചനങ്ങൾ അവരുടെ മനസ്സിൽ ഉദിക്കുന്നേയില്ല. അവരോടുള്ള കടപ്പാട് നമുക്ക് ഈ ജന്മത്തിലെന്നല്ല, മറ്റു നിരവധി ജന്മങ്ങളെ കൊണ്ടും തീർക്കാവുന്നതല്ല. ഉധി. ബാബ പലരിൽ നിന്നും ദക്ഷിണ സ്വീകരിക്കലുണ്ടെന്നും അതിൽ നിന്ന് വലിയൊരു ഭാഗം ധാർമ്മിക വിഷയങ്ങൾക്ക് ചെലവാക്കി ബാക്കി വിറക് വാങ്ങലായിരുന്നു എന്നത് പരക്കെ അറിയാവുന്ന വസ്തുതകളാണ്. ഈ വിറക് ബാബ കെടാതെ കത്തിച്ചിരുന്ന അഗ്നിയായ ധുനിയിൽ ഇടലായിരുന്നു പതിവ്. ഈ ധുനിയിലെ വെണ്ണീരാണ് ഉധി. ഇത് അവിടെ വരുന്ന ഭക്തന്മാർക്ക് മടങ്ങിപ്പോകുമ്പോൾ ധാരാളമായി വാരിക്കൊടുക്കലുണ്ടായിരുന്നു. ഈ ഉധി കൊണ്ട് ബാബ എന്താണ് പഠിപ്പിച്ചിരുന്നത്? ഈ ലോകത്തിലുള്ള സകല സംഗതികളും വെണ്ണീറായി പോകുന്ന ക്ഷണികങ്ങളാണ്. പഞ്ചഭൂതാത്മകമായ ഈ ദേഹം എല്ലാ വ്യാപാരങ്ങളും അവസാനിപ്പിച്ച് വെണ്ണീറായി പോകുന്നു. ഭക്തന്മാർക്ക് അവരുടെ ദേഹം ഒരിക്കൽ വെണ്ണീറാക്കപ്പെടും എന്നോർമ്മിപ്പിക്കാനാണ് ബാബ ഉധി വിതരണം ചെയ്തിരുന്നത്. ഉധിയിൽ കൂടെ ബാബ ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്ന തത്വവും മകൻ, അച്ഛൻ, ഭാര്യ എന്ന ബന്ധങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ളതല്ലെന്നും പഠിപ്പിച്ചു. നാം ലോകത്തിൽ ഒറ്റയ്ക്കാണ് വരുന്നത്, പോകേണ്ടതും ഒറ്റയ്ക്കാണ്. ഉധി കൊണ്ട് പല ശാരീരികവും മാനസികവുമായ തകരാറുകൾ സുഖപ്പെട്ടതായി കാണുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ബാബ ഉധി കൊണ്ടും ദക്ഷിണ കൊണ്ടും ഉദ്ദേശിച്ചത് ഭക്തന്മാർക്ക് യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിൽ തിരിച്ചറിയാനും അയഥാർത്ഥത്തിൽ നിസ്സംഗത്വം വളർത്തേണ്ടതാണ് എന്ന് പഠിപ്പിക്കാനുമാണ്. ഉധി വിവേചന ബുദ്ധിയും ദക്ഷിണ നിസ്സംഗത്വവും പഠിപ്പിക്കുന്നു. ഇത് രണ്ടുമില്ലെങ്കിൽ നമുക്ക് സംസാരസാഗരം കടക്കാനാവില്ല. അതുകൊണ്ട് ബാബ ദക്ഷിണ ചോദിച്ചു വാങ്ങുകയും ഭക്തന്മാർ വിട വാങ്ങുമ്പോൾ ഉധി കൊടുക്കുകയും ചെയ്തു. ചിലപ്പോൾ ബാബ ഉധി കൊണ്ട് നെറ്റിയിൽ കുറിയിട്ട് കൊടുത്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമായിരുന്നു. ബാബ സന്തുഷ്ടനായി ചിലപ്പോൾ ആനന്ദത്തോടുകൂടി പാടുമായിരുന്നു. അത്തരം ഒരു പാട്ട് രാം തേരാം ആവോജി ആവോജി ഉദിയാങ്കി ഗോ നിയാം ലാവോജി എന്നായിരുന്നു. അതിനർത്ഥം ക്രീഡാനിരതനായ രാമ വരൂ വരൂ, ചാക്ക് കണക്കിന് ഉധി കൊണ്ടുവരൂ എന്നാണ്. ബാബ വ്യക്തമായും മധുരമായും പാടാറുണ്ടായിരുന്നു. ഉധിയുടെ ആധ്യാത്മിക വശത്തെപ്പറ്റി അത്രമാത്രം. അതിന് ഭൗതിക വശവും ഉണ്ടായിരുന്നു. അത് ആരോഗ്യം, നേട്ടം, സ്വാതന്ത്ര്യം, മനഃശാന്തി മുതലായവ പ്രദാനം ചെയ്തു. അങ്ങനെ ഉധി ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്തു. ഇനി നമുക്ക് ഉധിയെപ്പറ്റിയുള്ള കഥകൾ പറയാം. തേളുകുത്തിയത്. നാസിക്കിലെ നാരായൺ മോത്തിറാം ജാനി എന്നയാൾ ബാബയുടെ ഒരു ഭക്തനായിരുന്നു. അയാൾ രാമചന്ദ്ര വാമൻ മോദക് എന്ന പേരായ മറ്റൊരു ബാബ ഭക്തൻ്റെ സേവകനായിരുന്നു. ഒരിക്കൽ അയാൾ അമ്മയെയും കൂട്ടി ഷിർദിയിലേക്ക് പോയി ബാബയെ കണ്ടു. അന്നേരം ബാബ അയാളോട് ഇനി മേലാൽ ആരെയും സേവിക്കേണ്ടതില്ലെന്നും സ്വതന്ത്രമായി കച്ചവടം നടത്തണമെന്നും പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ വാക്കുകൾ സഫലീകരിച്ചു. നാരായൺ ജാനി ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ആനന്ദാശ്രമം എന്ന പേരിൽ ഒരു ബോർഡിംഗ് ഹൗസ് തുടങ്ങി. ഒരിക്കൽ ഈ നാരായൺ റാവുവിൻ്റെ ഒരു സ്നേഹിതനെ തേളുകുത്തി. അയാൾക്ക് ദുസ്സഹമായ വേദനയും സഞ്ചാരവും അനുഭവപ്പെട്ടു. ഈ വക കാര്യങ്ങളിൽ വേദനിക്കുന്നിടത്ത് ഉധി പുരട്ടിയാൽ സമാധാനം കിട്ടും. നാരായൺ റാവു ഉധിക്ക് വേണ്ടി തിരഞ്ഞു നോക്കിയിട്ടും ഒട്ടും കിട്ടിയില്ല. അപ്പോൾ അയാൾ ബാബയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് നന്നായി പ്രാർത്ഥിച്ച് സഹായിക്കാൻ അപേക്ഷിച്ച് അവിടെ കത്തിയിരുന്ന ചന്ദനത്തിരിയുടെ ചാരം ഉധിയാണെന്ന് സങ്കല്പിച്ച് കുറച്ചെടുത്ത് തേളുകുത്തിയ ഭാഗത്ത് പുരട്ടിക്കൊടുത്തു.
പുരട്ടി കൈയെടുത്തതോടുകൂടി വേദനയും സഞ്ചാരവും തീരെ മാറി. ഇരുവരും അത്യധികം സന്തോഷിച്ചു. പ്ലേഗ്. ഒരിക്കൽ ബാന്ദ്രയിലുള്ളൊരു ഭക്തന് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന തൻ്റെ മകൾക്ക് പ്ലേഗ് ആണെന്ന് വിവരം കിട്ടി. അയാളുടെ കയ്യിൽ ഉതി തീർന്നു പോയതിനാൽ നാനാ സാഹിബ് ചന്ദോർക്കറുടെ അടുക്കലേക്ക് കുറച്ച് ഉതി തരാൻ പറഞ്ഞൊരാളെ അയച്ചു. നാനാ സാഹിബ് ഭാര്യയോടുകൂടി കല്യാണിലേക്ക് പോവാൻ താനാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നിരത്തിൽ വെച്ചാണ് ഈ സന്ദേശം കേട്ടത്. അന്നേരം അയാൾ വശം ഉതിയുണ്ടായിരുന്നില്ല. അയാൾ ഉടനെ നിരത്തിൽ നിന്നൊരു നുള്ളു പൊടിയെടുത്ത് ബാബയോട് സഹായിക്കാൻ പ്രാർത്ഥിച്ച് അയാളുടെ ഭാര്യയുടെ നെറ്റിയിൽ തേച്ചു. വന്ന ആൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ചെന്നു നോക്കുമ്പോൾ നാനാ സാഹിബ് ഭാര്യയുടെ നെറ്റിയിൽ പൊടി പുരട്ടിയ നിമിഷം മുതൽ ഭക്തൻ്റെ മകളുടെ 3 ദിവസമായി കലശലായിക്കൊണ്ടിരുന്ന പ്ലേഗ് സമാധാനപ്പെട്ടു വരുന്നതായി കണ്ടു. ജാംനഗറിലെ അത്ഭുതം. 1904-5 കാലത്ത് ഷിർദിയിൽ നിന്ന് 100 നാഴികയിലധികം അകലെയുള്ള ഖാണ്ടേഷ് ജില്ലയിലെ ജാംനഗറിൽ നാനാ സാഹിബ് ചന്ദോർക്കർ മംലത്ദാറായിരുന്നു. അയാളുടെ മകൾ മൈനതായിക്ക് പ്രസവം അടുത്തിരുന്നു. അവർ 3 ദിവസത്തോളം പ്രസവ വേദനയുമായി കിടന്ന് പ്രസവിക്കാതെ അത്യന്തം അപകടസ്ഥിതിയിലായിരുന്നു. നാനാ സാഹിബ് പലതും നോക്കിയിട്ടും കാര്യമുണ്ടായില്ല. ഒടുവിൽ അയാൾ ബാബയോട് തന്നെ പ്രാർത്ഥിച്ചു. അന്നേരം ഷിർദിയിലുണ്ടായിരുന്ന രാംഗീർ ബുവ എന്നയാൾക്ക് ഇയാളെ ബാബ ബാപ്പു ഗീർ ബുവ എന്നാണ് വിളിക്കുക. അയാൾക്ക് ഗാണ്ടേഷിലുള്ള അയാളുടെ നാട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. ബാബ അയാളോട് പോകും വഴി ജാംനഗറിലിറങ്ങി ഉദിയും ആരതിയും നാനാ സാഹേബിന് കൊടുത്ത് വിശ്രമിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. രാംഗീർ ബുവ തൻ്റെ കയ്യിൽ 2 ഉറുപ്പിക മാത്രമേ ഉള്ളൂ എന്നും അത് ജലഗാവോൺ വരെ എത്താൻ തന്നെ കഷ്ടിയാണെന്നും അവിടെ നിന്ന് 30 നാഴിക അകലെയുള്ള ജാംനഗറിലെത്താൻ ഒരു മാർഗവുമില്ലെന്നും പറഞ്ഞു. അതിന് ബാബ അയാൾ ഭയപ്പെടേണ്ടതില്ലെന്നും എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നീട് ബാബ ശ്യാമയോട് മാധവ ആർക്കർ എഴുതിയ ആരതി ഗീതം പകർത്തിയൊരു പകർപ്പും ഉധിയും കൂടി നാനാ സാഹേബിന് കൊടുക്കാൻ രാംഗീർ ബുവയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഈ ആരതിയുടെ തർജ്ജമ അവസാനം കൊടുത്തിട്ടുണ്ട്. ബാബയുടെ വാക്കുകളിൽ വിശ്വസിച്ച് രാംഗീർ ബുവ ഷിർദിയിൽ നിന്ന് പോയി. പുലർച്ചെ 2:45 ജലഗാവോണിൽ വണ്ടി ഇറങ്ങി. കയ്യിൽ 2 അണ മാത്രമാണുള്ളത്. ആകെ അയാൾ വിഷമത്തിലാണ്. അപ്പോഴേക്കും ഒരാൾ ആരാണ് ഷിർദിയിലെ ബാപ്പു ഗീർ ബുവ എന്ന് വിളിച്ച് ചോദിച്ച് നടക്കുന്നത് കണ്ടു. അയാൾ താനാണ് ബാപ്പു ഗീർ ബുവ എന്ന് മറ്റേയാളെ സമീപിച്ച് പറഞ്ഞു. നാനാ സാഹിബിൻ്റെ ശിപായിയാണ് താനെന്നും പറഞ്ഞ് 2 നല്ല കുതിരകളെ കെട്ടിയ ഒന്നാന്തരം ഒരു ടോങ്കയിലേക്ക് അയാൾ രാംഗീർ ബുവയെ കൂട്ടിക്കൊണ്ടുപോയി. അവർ 2 പേരും കുതിരവണ്ടിയിൽ അതിശീഘ്രം പോയി പുലർച്ചയോടുകൂടി ഒരു അരുവിക്കടുത്തെത്തി. വണ്ടിക്കാരൻ കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ ശിപായി രാംഗീർ ബുവയോട് കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു പൊതി എടുത്തു. അയാളുടെ മുടിയും മീശയും ഉടുപ്പും എല്ലാം കണ്ടപ്പോൾ രാംഗീർ ബുവ അയാളൊരു മുസ്ലിം ആയിരിക്കുമെന്ന് സംശയിച്ച് ഭക്ഷണം കഴിക്കാൻ മടിച്ചു. അത് കണ്ട് താൻ ഗർവാളി ക്ഷത്രിയനാണെന്നും ഹിന്ദുവാണെന്നും ഈ ഭക്ഷണം നാനാ സാഹിബ് അയച്ചതാണെന്നും ഒന്നും സംശയിക്കേണ്ടതില്ലെന്നും പറഞ്ഞു. അങ്ങനെ 2 പേരും ഭക്ഷണം കഴിച്ച് വീണ്ടും പുറപ്പെട്ടു. അധികം താമസിയാതെ അവർ ജാംനഗറിലെത്തി. രാംഗീർ ബുവ വണ്ടിയിൽ നിന്നിറങ്ങി മൂത്രമൊഴിക്കാൻ പോയി തിരിച്ചു വന്നു നോക്കുമ്പോൾ വണ്ടിയോ ശിപായിയോ വണ്ടിക്കാരനോ ആരും അവിടെ ഇല്ലായിരുന്നു. അയാൾ അടുത്ത കച്ചേരിയിൽ പോയി അന്വേഷിച്ചപ്പോൾ നാനാ സാഹിബ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അയാൾ നാനാ സാഹിബിൻ്റെ വീട്ടിൽ ചെന്ന് ഉദിയും ആരതിയും കൊടുത്തു. അപ്പോഴേക്കും മൈനതായിക്ക് സ്ഥിതി വളരെ അപകട നിലയിലായിരുന്നു. എല്ലാവരും അത്യധികം സങ്കടത്തിലായിരുന്നു. നാനാ സാഹിബ് ഭാര്യയെ വിളിച്ച് ഉദി വെള്ളത്തിൽ കലർത്തി മകൾക്ക് കുടിക്കാൻ കൊടുക്കാനും ആരതി പാടാനും ഏൽപ്പിച്ചു. ബാബ അവസരോചിതം സഹായത്തിനെത്തിയതാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം സുഖമായി പ്രസവിച്ച വിവരവും കിട്ടി. രാംഗീർ ബുവ പിന്നീട് നാനാ സാഹേബിനോട് കുതിരവണ്ടിയോടുകൂടി ശിപായി അയച്ചതിനും ഭക്ഷണം കൊടുത്തയച്ചതിനും നന്ദി പറഞ്ഞപ്പോൾ നാനാ സാഹേബ് അതിശയിച്ചു. അയാൾ ആരെയും സ്റ്റേഷനിലേക്ക് അയച്ചിരുന്നില്ല. ഷിർദിയിൽ നിന്ന് ആൾ വരുന്ന വിവരവും അയാൾക്ക് അറിയില്ലായിരുന്നു. താനെയിലെ മംലത്ദാറായി റിട്ടയർ ചെയ്ത മിസ്റ്റർ BV ദേവ് ഇക്കാര്യത്തെപ്പറ്റി പിന്നീട് നാനാ സാഹേബിൻ്റെ മകൻ ബാപ്പുറാവു ചന്ദോർക്കറോട് അന്വേഷിച്ചതിൽ ഈ പറഞ്ഞ സംഭവം ശരിയാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം രാംഗീർ ബുവയോടും
ഈ കാര്യം അന്വേഷിച്ച് സംഭവം ശരിയാണെന്നറിഞ്ഞു. നാരായൺ റാവു. ഭക്ത നാരായൺ റാവുവിൻ്റെ അച്ഛന് അയാളുടെ ജീവദശയിൽ ബാബയെ 2 പ്രാവശ്യം ദർശനം ചെയ്യാനുള്ള മഹാഭാഗ്യമുണ്ടായി. 1918 മഹാസമാധിക്ക് 3 വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് ഷിർദിക്ക് വരാൻ ആഗ്രഹമുണ്ടായെങ്കിലും സാധിച്ചില്ല. മഹാസമാധി കഴിഞ്ഞ് 1 കൊല്ലത്തിനുള്ളിൽ തന്നെ അയാൾ രോഗിയായി തീർന്നു. എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു നോക്കിയിട്ടും ഫലമുണ്ടായില്ല. അങ്ങനെ അവസാനം ബാബയെ അഹോരാത്രം ധ്യാനിക്കാൻ തുടങ്ങി. ഒരു രാത്രിയിൽ അയാൾക്കൊരു സ്വപ്ന ദർശനമുണ്ടായി. ബാബ അയാളുടെ അരികെ വന്ന് സമാധാനിപ്പിച്ചു. നിരാശപ്പെടേണ്ടതില്ല, നാളെ തൊട്ട് സുഖപ്പെടാൻ തുടങ്ങും, ഒരാഴ്ചയ്ക്കുള്ളിൽ എഴുന്നേറ്റ് നടക്കാനാവും എന്ന് പറഞ്ഞു. സ്വപ്നദർശനത്തിൽ പറഞ്ഞ പോലെ തന്നെ നാരായൺ റാവുവിന് സുഖമായി. ഇതിൽ ചിന്തിക്കേണ്ടത് ബാബ ശരീരമുള്ള കാലം ജീവിക്കുകയും ശരീരം ഉപേക്ഷിച്ചതോടുകൂടി മരിച്ചു പോവുകയും ചെയ്തുവോ എന്നാണ്. ബാബയ്ക്ക് മരണമില്ല. ബാബ ജീവനും മരണത്തിനും അതീതനാണ്. ബാബയെ ആത്മാർത്ഥമായി ഒരിക്കൽ സ്നേഹിച്ചവന് ബാബയിൽ നിന്നും അതിനുള്ള ഫലം എപ്പോഴും ഏത് സ്ഥലത്ത് വെച്ചും കിട്ടിക്കൊണ്ടിരിക്കും. ബാബ എല്ലായ്പ്പോഴും നമ്മുടെ സമീപത്തുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ഭക്തന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കും. അപ്പാ സാഹേബ് കുൽക്കർണി. 1917 അപ്പാ സാഹേബ് കുൽക്കർണിക്കുള്ള അവസരം വന്നു. അയാളെ താനെയിലേക്ക് സ്ഥലം മാറ്റിയതിൽ പിന്നെ ബാലാസാഹേബ് ബാട്ടെ കൊടുത്ത ബാബയുടെ ചിത്രത്തെ പൂജിക്കാൻ തുടങ്ങി. പടത്തിന് ദിവസവും പുഷ്പം, ചന്ദനം, നൈവേദ്യം മുതലായവ കൊണ്ട് പൂജിച്ച് ബാബയെ കാണുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ബാബയുടെ പടം കാണുന്നത് ബാബയെ കാണുന്നതിന് തുല്യമാണ്. അതിന് ഒരു ഉദാഹരണം പറയാം. ബാലാബുവ സുതാർ. ബാലാബുവ സുതാർ എന്നു പേരായി ഭക്തി കൊണ്ട് അഭിനവ തുക്കാറാം എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഒരു ബോംബെക്കാരൻ സന്യാസി 1917 ഷിർദിയിൽ വന്നു. അദ്ദേഹം ബാബയെ നമസ്കരിച്ചപ്പോൾ ഈ മനുഷ്യനെ എനിക്ക് 4 കൊല്ലങ്ങളായിട്ട് അറിയാം എന്നാണ് ബാബ പറഞ്ഞത്. ബാലാബു ആദ്യമായി ഷിർദിയിൽ വന്നതായതിനാൽ അദ്ദേഹം അതിശയിച്ചുപോയി. നല്ലപോലെ ആലോചിച്ചപ്പോൾ ബോംബെയിൽ വെച്ച് 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ബാബയുടെ പടത്തിന് മുന്നിൽ നമസ്കരിച്ചതായി ഓർമ്മ വന്നു. അപ്പോഴാണ് ബാബ പറഞ്ഞതിൻ്റെ പൊരുൾ അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം ചിന്തിച്ചു, ഋഷീശ്വരന്മാർ എത്രമാത്രം സർവ്വവ്യാപികളും സർവാന്തര്യാമികളുമാണ്. അവർ ഭക്തന്മാരോട് എത്രമാത്രം കരുണ കാണിക്കുന്നു. ഞാനൊരു പടത്തെ മാത്രമാണ് നമസ്കരിച്ചത്. അത് ബാബ എടുത്തു പറഞ്ഞു. പടത്തെ കാണുന്നതും തന്നെ കാണുന്നതും വ്യത്യസ്തമല്ലെന്ന് വ്യക്തമാക്കുകയാണ്. അപ്പാ സാഹിബിൻ്റെ കഥയിലേക്ക് തന്നെ മടങ്ങുക. അയാൾക്ക് താനയിലിരിക്കെ ഭീവണ്ടിയിലേക്ക് ടൂർ പോകാനുണ്ടായിരുന്നതിനാൽ ഒരാഴ്ചയ്ക്ക് മടങ്ങി വരാൻ കഴിയുമായിരുന്നില്ല. അയാളുടെ അഭാവത്തിൽ 3-ാം ദിവസം താഴെ പറയുന്ന വിസ്മയം നടന്നു. ഉച്ചനേരത്ത് അപ്പാ സാഹിബിൻ്റെ വീട്ടിൽ ഒരു ഫക്കീർ കയറി വന്നു. കാഴ്ചയിൽ ബാബയുടെ ചിത്രത്തിലേതുപോലെ തന്നെ ഉണ്ടായിരുന്നു. മിസ്സിസ് കുൽക്കർണിയും കുട്ടികളുമെല്ലാം അദ്ദേഹത്തോട് ഷിർദിയിലെ സായിബാബയാണോ എന്ന് അന്വേഷിച്ചു. അദ്ദേഹം അല്ല എന്നും, പക്ഷെ ബാബയുടെ ആശ്രിതനാണെന്നും ബാബ നിയോഗിച്ചതിനനുസരിച്ച് ആ കുടുംബത്തിൻ്റെ യോഗക്ഷേമം അറിയാൻ വന്നതാണെന്നും പറഞ്ഞു. അദ്ദേഹം ദക്ഷിണ ആവശ്യപ്പെട്ടു. അവർ അദ്ദേഹത്തിന് ഒരു ഉറുപ്പിക കൊടുത്തു. അദ്ദേഹം ഒരു ചെറിയ പൊതി ഊതി കൊടുത്ത് അത് പൂജാമുറിയിൽ വെച്ച് ആരാധിക്കാൻ പറഞ്ഞു. ഇതും പറഞ്ഞ് അദ്ദേഹം പോയി. ഇനി സായിയുടെ വിസ്മയാവഹമായ ലീല കേൾക്കുവിൻ. അപ്പാ സാഹിബിൻ്റെ കുതിരയ്ക്ക് സുഖമില്ലാത്തതിനാൽ ടൂർ തുറന്നു നടത്താൻ കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം അയാൾ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ഫക്കീർ സന്ദർശിച്ച വിവരം ഭാര്യ പറഞ്ഞു. അയാൾക്ക് ഫക്കീറിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നും ഒരു ഉറുപ്പിക ദക്ഷിണ കൊടുത്തത് മതിയായില്ല എന്നും മനസ്സിൽ വിചാരിച്ചു. താൻ ഉണ്ടായിരുന്നെങ്കിൽ 10 ഉറുപ്പികയിൽ കുറഞ്ഞ് ദക്ഷിണ കൊടുക്കില്ലെന്ന് അയാൾ പറയുകയും ചെയ്തു. പിന്നീട് ഭക്ഷണവും കൂടി കഴിക്കാതെ ഫക്കീറിനെ അന്വേഷിച്ചിറങ്ങി. അവിടുത്തെ ഒരു മസ്ജിദിലും മറ്റു പല സ്ഥലങ്ങളിലും തിരഞ്ഞു. അയാളുടെ അന്വേഷണം വിഫലമായി. അയാൾ വീട്ടിൽ മടങ്ങി വന്ന് ഭക്ഷണം കഴിച്ചു. ബാബയുടെ കൽപ്പന ദൈവത്തെ വെറും വയറായി അന്വേഷിക്കരുതെന്നാണെന്ന് 32-ാം അധ്യായത്തിൽ വായിച്ചത് വായനക്കാർ ഓർക്കുന്നുണ്ടല്ലോ. അപ്പാ സാഹേബിന് ആ പാഠം ഇക്കാര്യത്തിൽ പഠിച്ചു. ഊണ് കഴിഞ്ഞ് അയാൾ മിസ്റ്റർ ചിത്രേ എന്നു പേരായ സുഹൃത്തുമായി ഒന്ന് നടക്കാനിറങ്ങി. കുറച്ച് പോയപ്പോൾ ഒരാൾ ധൃതിയിൽ അവരെ സമീപിക്കുന്നത് കണ്ടു. അദ്ദേഹം ഫോട്ടോവിലെ ബാബയുടെ മാതിരി തന്നെ ഇരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന ഫക്കീർ തന്നെ ആയിരിക്കുമെന്ന് അയാൾ നിശ്ചയിച്ചു. ഫക്കീർ കൈനീട്ടി ദക്ഷിണ ചോദിച്ചു. അപ്പാ സാഹിബ് ഒരു ഉറുപ്പിക കൊടുത്തു. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അപ്പാ സാഹിബ് 2 ഉറുപ്പിക കൂടി കൊടുത്തു. എന്നിട്ടും തൃപ്തനാവാഞ്ഞപ്പോൾ മിസ്റ്റർ ചിത്രയോട് 3 ഉറുപ്പിക കടം വാങ്ങി അതും കൊടുത്തു. ഫക്കീർ പിന്നെയും ചോദിച്ചു. അപ്പാ സാഹിബ് അദ്ദേഹത്തോട് തൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു.
അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലെത്തിയപ്പോൾ അപ്പാ സാഹിബ് 3 ഉറുപ്പിക കൂടി കൊടുത്തു. അങ്ങനെ ആകെ 9 ഉറുപ്പികയായി. ഫക്കീർ തൃപ്തനായില്ല. അയാൾ തൻ്റെ കയ്യിൽ ഒരു 10ൻ്റെ നോട്ടുണ്ടെന്ന് പറഞ്ഞു. ഫക്കീർ അത് ചോദിച്ചു വാങ്ങി 9 ഉറുപ്പിക മടക്കി കൊടുത്തു. സ്ഥലം വിട്ടു. അപ്പാ സാഹിബ് പറഞ്ഞ 10 ഉറുപ്പികയും വാങ്ങി. ബാബ തൊട്ട് പരിശുദ്ധമാക്കിയ 9 ഉറുപ്പിക അയാൾക്ക് കൊടുക്കുകയും ചെയ്താണ് ബാബ പോയത്. 9 എന്ന അക്കം സുപ്രധാനമാണ്. അത് നവവിധ ഭക്തിയെ സൂചിപ്പിക്കുന്നു. 21-ാം അധ്യായം. ബാബയുടെ അവസാന നിമിഷങ്ങളിൽ ബാബ ലക്ഷ്മിബായ് ഷിൻഡേക്കും 9 ഉറുപ്പികയാണ് കൊടുത്തത്. അപ്പാ സാഹിബ് ഉദിയുടെ പൊതി തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് പുഷ്പവും അക്ഷതവും കൂടി ഉള്ളതായി കണ്ടു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് ബാബയെ ശ്രുതിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തലനാരിഴയും അയാൾക്ക് കിട്ടി. അയാൾ ഉദിയുടെ പൊതിയും മുടിനാരും ഒരു തകിടിലാക്കി ദേഹത്തിൽ ധരിച്ചു. അപ്പാ സാഹിബിന് ഉദിയുടെ ശക്തി മനസ്സിലായി. അയാൾ സമർത്ഥനായിരുന്നെങ്കിലും തുടക്കത്തിൽ 40 ഉറുപ്പികയെ ശമ്പളം കിട്ടിയിരുന്നു. പക്ഷെ ബാബയുടെ ഉദിയും പടവും കിട്ടിയതിൽ പിന്നെ ഈ 40ൻ്റെ എത്രയോ ഇരട്ടി ശമ്പളം വർദ്ധിക്കുകയും വളരെയധികം സ്വാധീനമുള്ള ആളാവുകയും ചെയ്തു. അയാൾ ആധ്യാത്മികമായും ഉയർന്നു. അതുകൊണ്ട് ബാബയുടെ ഉദി കിട്ടാൻ ഭാഗ്യമുള്ളവർ ഉളി കഴിഞ്ഞ് അത് നെറ്റിയിൽ തൊട്ട് കുറച്ചെടുത്ത് വെള്ളത്തിൽ കലർത്തി തീർത്ഥമായി കഴിക്കുകയും വേണം. ഹരിഭാവ് കാർണിക്. 1917 ഗുരു പൗർണമി ദിവസം താന ഡിസ്ട്രിക്റ്റിലെ ദഹനുവിൽ നിന്ന് ഹരിഭാവ് കാർണിക് എന്നൊരാൾ ശ്രുതിയിൽ വന്ന് ബാബയെ ഉപചാര പുരസ്കാരം പൂജിച്ചു. അയാൾ വസ്ത്രങ്ങളും ദക്ഷിണയും എല്ലാം വഴിപാടായി കൊടുത്ത് ശ്യാമയോട് പറഞ്ഞ് ബാബയുടെ അനുമതി വാങ്ങി മസ്ജിദിൻ്റെ ഒതുക്കുകൾ ഇറങ്ങി. അപ്പോൾ അയാൾക്ക് 1 ഉറുപ്പിക കൂടി ദക്ഷിണ കൊടുക്കണമെന്ന് തോന്നി. വീണ്ടും ഒതുക്ക് കയറാൻ നോക്കിയപ്പോൾ ശ്യാമ അയാളോട് ബാബ പോയിക്കൊള്ളാൻ സമ്മതിച്ചതിനാൽ പിന്നീട് അങ്ങോട്ട് കയറരുതെന്നും ഉടനെ പോകണമെന്നും പറഞ്ഞു. അയാൾ വീട്ടിലേക്ക് മടങ്ങി. വഴിക്ക് വെച്ച് നാസിക്കിലെ കാലരാമക്ഷേത്രത്തിൽ അയാൾ ദർശനത്തിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യോഗി നരസിംഹ മഹാരാജ് ശിഷ്യന്മാരെ വിട്ടുവന്ന് ഹരിബാവുവിൻ്റെ കൈ പിടിച്ച് എൻ്റെ 1 ഉറുപ്പിക തരൂ എന്ന് പറഞ്ഞു. കാർണിക് സന്തോഷത്തോടെ ഉറുപ്പിക കൊടുത്തു. സിദ്ധന്മാർ ഒറ്റക്കെട്ടാണെന്നും ബാബ ഈ മാർഗത്തിലൂടെ ബാബയ്ക്ക് കൊടുക്കാൻ നിശ്ചയിച്ച ഉറുപ്പിക വസൂലാക്കിയതാണെന്നും അയാൾക്ക് മനസ്സിലായി. എല്ലാ ഋഷീശ്വരന്മാരും ഒന്നാണ്. അവരുടെ പ്രവർത്തന രീതിയും ഒന്നാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.